ഹായ്, ഞാൻ കൃഷ്ണകുമാറാണ്. എല്ലാവർക്കും കൃഷ്ണ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്. ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ മനസ്സിൽ രണ്ട് കോൺസെപ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കഥ, രണ്ടാമത് യാത്ര. കഥ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ ബ്ലോഗ് ഇന്ന് വരെയാണ്. അതോടൊപ്പം ഒരു കാര്യം പറയാനുണ്ട്. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു കുഞ്ഞു കാര്യമുണ്ട്, എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനകത്തൊരു ബ്രേക്ക് വരുന്നത് എന്നുള്ളത്. അത് ചില സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു. അധികം വയ്യാതൊരു പരിഹരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് പതിയെ കാണാം. നമ്മൾ യാത്രയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കടലിനകത്താണ് യാത്ര ചെയ്യുന്നത്. അപ്പം രണ്ട് പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തലയിൽ എനിക്ക് നെക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തല ഹെഡ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ബെറ്റ് അവിടെ ഇടും. പിന്നെ ബോഡി ഷേക്ക് ആവാതിരിക്കാനും ഈ വണ്ടി ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാനും ഒരു ബെറ്റ്, നമ്മുടെ സീറ്റ് ബെറ്റ് ഉണ്ട്. അതേപോലെ എൻ്റെ വീൽ ചെയറിനകത്ത് എന്നെ ബന്ധിപ്പിക്കുന്ന ഒരു ബെറ്റുണ്ട്, അതോട്. അതിവിടെ ഒരു പറ്റുണ്ട് ലൂക്ക, എൻ്റെ ഹസി സിസ്റ്ററുടെ എന്ന് കാണിച്ച് നമുക്ക് ഞാൻ നാമക്കാരിയായിരുന്നു കേട്ടോ. എന്നോട് ഏറ്റവും അധികം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, വണ്ടിയിൽ എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളതാണ്. എൻ്റെ ഇന്ന് റാമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. റാമ്പ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അതിനകത്തോട് വെച്ചത് ഒട്ടിച്ച് കയറ്റിയിട്ടാണ് പോകുന്നത് പൊതുവെ യാത്രയ്ക്ക്. കാരണം എനിക്ക് എന്നെ എടുത്തു മാറ്റുന്നതും സീറ്റിലേക്ക് എത്തുന്നതും ഒന്നും ഫിസിക്കലി സ്ട്രെയിറ്റ് വരുന്നത് കൊണ്ട് പത്ര പോസിബിൾ അല്ലാത്തതൊന്നുമാണ്. എൻ്റെ വണ്ടി നിങ്ങൾ കാണുന്നുണ്ട്, SUV 700 ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ വണ്ടിയിൽ യാത്ര ചെയ്യാൻ. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇങ്ങനെ ഇരുന്ന് പോകാൻ. അതാകുമ്പം അങ്ങനെയല്ല. ഞാനാണ് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത്. ഒരാളെപ്പോഴും വലതുവശത്തുണ്ടാവും. ഈ ആള് ഇത് എൻ്റെ വീടിനടുത്ത ക്ഷേത്രമാണ് അമ്പാച്ചങ്കാവ് ശിവക്ഷേത്രം. ശിവനും ശാസ്താവും കൂടി ഉള്ള അപൂർവം ശബൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. എനിക്ക് ഏറ്റവും അധികം ഒരു റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. എന്നെ അറിയലാണ്. ക്ഷേത്ര തൊട്ടടുത്ത് തന്നെയാണ് അറിയൻ്റെ ഷോപ്പ്. ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. എന്നെ പോകുന്ന വഴിക്ക് നമ്മൾ അറിയാതെ ഒന്ന് കണ്ടു. ഇനി ഒരാളെ കൂടി മീറ്റ് ചെയ്യാനുണ്ട്. അത് എൻ്റെ ചെറിയമ്മയാണ്. കാരണം നമ്മൾ ഇന്നത്തെ യാത്രയിൽ ഉപയോഗിക്കാത്ത കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അത് ചെറിയമ്മയുടെ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കണം. രതി ശ്രീഹര എന്നാണ് ഒഫീഷ്യൽ നെയിം, പേര് പുള്ളിക്കാരിയുടേത്. ഇത്രയും ഞങ്ങൾ രതി എന്ന് വിളിക്കും, രതി സിനിമ. സ്റ്റുഡിയോയും DTV സെൻ്ററും എല്ലാം കൂടി ഉണ്ട്. ഒരു ചെറിയ ഒരു സംവിധാനമാണ് പുള്ളിക്കാരി. ഒന്ന് നേരെ കൊണ്ടത്തേക്ക് പോവാണ്. നാഷണൽ ഹൈവേ 66 റോഡ് മുഴുവൻ കൊണ്ട് കുഴിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ടേ. ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു മുഖമാണ്. ഗൗരി ലക്ഷ്മിഭായ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1972 അന്നത്തെ മുനിസിപ്പാലിറ്റിക്ക് ദിവാകരൻ ഇനോഗ്രേറ്റ് ചെയ്ത പാലമാണ്. നീണ്ടകര പാലം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒരുപാട് കവിതകളിലും കഥകളിലും ഒക്കെ അറിയപ്പെടുന്ന, എഴുതപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഒരു പാലം. ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് സമാന്തരമായ മറ്റ് 2 പാലങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ പോലും എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ പാലം ഒരു ഓർമ്മയായിട്ട് ഇവിടെ നിലനിർത്തുന്നതാണ്. അത്രയും ചരിത്രമുണ്ടായിരുന്നു. അപ്പം ഈ നമ്മുടെ ട്രോളിങ്ങൊക്കെ കഴിഞ്ഞതുകൊണ്ട് മീൻ വന്നങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ നീണ്ടകര പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നന്ന മീൻ നാട്ടാണ്. പലരും മണമെന്ന് പറയും. ഇപ്പം ഇന്നത്തെ കുറച്ച് തിരക്കുണ്ട് ഈ ഒരു സമയത്ത്. ട്രോളിങ് കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ട് മഴയും ഒക്കെ ഒന്ന് മാറി വരുന്നേ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു പാലത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ യാത്ര ചെയ്യാൻ
വളരെ രസകരമാണ്. ഒരു സന്തോഷം തോന്നും. ഈ ഒരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു മീൻനാട്ടം എന്ന് പറയുമ്പോൾ. അത് ഇതിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ. നമ്മൾ പോകുന്നത് ഹൊന്നൻ കളക്ടറേറ്റിലേക്കാണ്. മൈൻഡിൻ്റെ ബ്രേക്കിൻ്റെ ബാരിയർ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊല്ലം കളക്ടറെ കണ്ട് നമ്മുടെ ഒരു ആക്സസിബിലിറ്റി എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള 2 പ്രപ്പോസൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ 2018 പ്രപ്പോസൽ അന്ന് കളക്ടറായിരുന്ന ഡോക്ടർ കാർത്തികേയനെ കുറിച്ച്. ഏകദേശം കൊല്ലം ജില്ലയുടെ 90% ഭാഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് റിച്ച് ആക്സസിബിൾ ആക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ കണ്ട് ഇത്തരം ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽസ് കൊടുക്കുകയാണ്. നിങ്ങൾ നേരത്തെ ഒരു കേരള ശബ്ദത്തിൻ്റെ ഒരു ബോർഡ് കണ്ടു. ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ്. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് തന്നെ ആ ബോർഡ് അവിടെ കുറച്ച് നിറം മങ്ങിയെങ്കിലും ഇപ്പോഴവിടെ ഉണ്ട്. നമ്മൾ കൊല്ലം കളക്ടറേറ്റിലെത്തി. അത് പറഞ്ഞ കാര്യം ഇടയ്ക്കൊന്ന് മുറിഞ്ഞു പോയി. ഒന്നുകൂടി കംപ്ലീറ്റ് ആയതുകൊണ്ട് അന്ന് കൊല്ലം ജില്ലയുടെ 90% ഭാഗങ്ങളും ഡിജിറ്റൽ ആക്സസിബിൾ ആക്കിയുണ്ടായി. തുടർന്നാണ് നമ്മളിപ്പോൾ 16 ജില്ലകളുടെയും ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് കണ്ട് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ബ്രേക്കിംഗ് ബാരിയർ ക്യാമ്പയിൻ 2.0 എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഏത് വണ്ടി ഇറക്കുന്നുണ്ടോ അന്ന് അവിടെ വെച്ചിട്ടാണ് ഞാനും കളക്ടറും കൂടി കാണുന്നതും സംസാരിക്കുന്നത്. ആ വണ്ടികളുടെ ഭാഗത്ത് ഏകദേശം 40 മിനിറ്റ് അദ്ദേഹം ഇരുന്ന് എന്നോട് സംസാരിക്കുകയുണ്ടായി. കാരണം അന്ന് കൊല്ലം കളക്ടറേറ്റിലേക്ക് വിളിച്ചത് എന്ന സൗകര്യമില്ല. ശേഷമാണ് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോഴും ഇവിടെ ലിഫ്റ്റ് ഉൾപ്പെടെ അവർ കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ കൊടുത്ത ആ ഒരു പ്രപ്പോസലിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായതാണ്. പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും മൈൻഡിനെ കുറിച്ചിട്ടും നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അന്ന് ആ പ്രോജക്റ്റ് പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ഫാത്തിമ കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ബോബി, പ്രിയങ്ക ഇപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ്. ഡേവിഡ് ദാസ് IAN എന്നാണ് കളക്ടറുടെ പേര്. IAS. ഇപ്പം ഈ ഒരു വൈദ്യുതൊക്കെ നടന്ന സമയമായതുകൊണ്ട് കുറച്ച് തിരക്കാണ് എല്ലാവരും. ഭയങ്കര രസകരമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായി. ഞാൻ കളക്ടറെ കണ്ട് ഇറങ്ങുന്നിടത്ത് അദ്ദേഹം ചോദിച്ചു, ഞാൻ വിചാരിച്ചു നിങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഡൊണേഷൻ തരാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ ഇനിഷ്യേറ്റീവ് എന്നൊക്കെ അദ്ദേഹം ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്തുണ്ടായി, അവിടെ നിന്നാണ് എനിക്കിനി ഒന്ന് SM കോളേജ് ഒന്ന് പോകണം. അതൊരാളെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു മോണാണ്, നമ്മുടെ ഒരു വോളണ്ടിയറാണ്. അപ്പം അയാളെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ. ഇത് ഇടയ്ക്ക് കുറച്ച് ഡ്രസ്സ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് മാറ്റിയെടുക്കാനായിരുന്നു. ഈ അടുത്ത് കൊല്ലം ജില്ലയിൽ നമ്മുടെ ചെയ്യാൻ വിക്രം ഒരു ഡ്രസ്സിങ് സെൻറ്റർ ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. ആർക്കൈബൻഡിക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് കുറച്ച് സാധനങ്ങൾ എടുത്തത്. അത് ഒന്ന് മാറ്റിയെടുത്ത് നേരെ SM കോളേജിലേക്ക് പോവുകയാണ്. SM കോളേജ് അറിയാവുന്നു, കൊല്ലത്തിൻ്റെ സമര മുഖമാണ് എന്ന് പറയുന്നത്. SFIയുടെ ഒരു കേന്ദ്രമാണ്. ഒരുപാട് സമരങ്ങളും ചോരയും ഒക്കെ കണ്ട ഒരു സ്ഥലമാണ് SM കോളേജ്. ഇന്നും അവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ അതിവേര് ഉള്ള സ്ഥലമാണ് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു 5 മിനിറ്റ് കാര്യമൊന്നു നമ്മളൊരു കുട്ടിയെ കാണണം. അയാളെ കാണിക്കുന്നില്ല, കാരണം അയാൾക്കത് പക്ഷേ മുഖം കാണിക്കാൻ കുറച്ച് താല്പര്യം ഉണ്ടാകും. അങ്ങനെ ഒരാളാണ്, കുറച്ചൊരു ഇൻട്രോവേർട്ടായ ഒരാളാണ്. അതുകൊണ്ട് അയാൾ തന്നെ ക്യാമറയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നില്ല. സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ കുറച്ച് മുത കാണിച്ചു. പക്ഷെ പിന്നെ 1-2 കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പളിനെ കാണാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറി.
ഇവിടെ നിന്ന് ഒന്ന് വിശപ്പുണ്ട്, നീ വന്ന് കഴിക്കണം. സമയം ഏകദേശം 2 മണിയായി. ഞാൻ കൊല്ലത്ത് എപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് റമീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ്. എറണാകുളത്തും ഉണ്ട് എൻ്റെ ഒരു ഫ്രാഞ്ചൈസി. നല്ല മട്ടൻ കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഇടാം. ഏകദേശം ഒരു 4 വർഷമായിട്ട് ഞാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതക്കാർക്കും ഒക്കെ നമ്മൾ സുപരിചിതരാണ്. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഒട്ടും വീഴ്ചയിൽ ആക്സസിബിൾ അല്ലാത്ത ഒരു എൻവയൺമെൻ്റ് ആയിരുന്നു. 4 വർഷത്തെ എന്തായാലും നമ്മൾ സംസാരിച്ചു റാമ്പ് വെക്കണം എന്നൊക്കെ. അവസാനം മൈൻഡ് റാം സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരാളുണ്ട്, ജെറിൻ. പുള്ളിക്കാരനെ ഏൽപ്പിച്ചു. ജെറിൻ അത് പിട്ടപ്പ് ചെയ്തു, കേസായി എത്താനായി. ഇവിടെ റാമ്പ് വെച്ചു. എന്ന് മാത്രമല്ല, ഇപ്പോൾ റീകൺസ്ട്രക്ട് ചെയ്ത സമയത്ത് സുഖമായിട്ട് വീഴ്ചയിൽ കയറി ഇറങ്ങാവുന്ന രീതിയിലാണ് അവർ മോഡിഫൈ ചെയ്തത്. റെസ്റ്റോറൻറ്റ് വൃത്തിക്ക് വെച്ചെടുത്ത് കയറാം, നമുക്ക് വട്ടം കറങ്ങാം, സുഖമാണ്, നന്നായി കംഫർട്ടബിളാണ്. ശരിക്കും ഒരു വെച്ചർ ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയാവുന്ന ഒന്നാണ്. വെച്ചേർഡായ സുഹൃത്തുക്കൾക്കൊക്കെ ധൈര്യമായിട്ട് വരാം, ഭക്ഷണം കഴിക്കാം. ഇപ്പം നമ്മുടെ ഒരു വെച്ചർ ആക്സസിബിൾ ടോയ്ലറ്റ് കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചിക്കൻ ബിരിയാണിയും ആണ് ഓർഡർ ചെയ്തത്. ഒരു 3 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഇടയ്ക്ക് ഒരു സുഹൃത്തിനെ കണ്ടു, അയാളുമായിട്ട് സംസാരിച്ചു. അപ്പോഴത്തേക്ക് ഭക്ഷണം കൊണ്ടുവന്നു. ഇനി ഭക്ഷണം കഴിക്കണം, തിരിച്ച് വീട്ടിലേക്ക് പോകണം. നിറയെ ദിവസമായിരുന്നേ. പതിയെ നമ്മളങ്ങോട്ട് ഇറങ്ങും തിരിച്ച് വീട്ടിലേക്ക്. വീട്ടിലെത്തിയത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം ഒരു 6-7 മണിക്കൂറത്തെ നല്ല കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട്, കുറച്ച് ഫോണുകളുണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അറബിക് സ്റ്റൈൽ ചെയ്ത റെസ്റ്റോറൻറ്റ്. എൻ്റെ അകമൊക്കെയാണ്, ഇന്ത്യയിലാണ് ഞാൻ പറഞ്ഞത് അറബിക് എന്നൊക്കെ. പുറമെ നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഇവരൊരു ഫ്രാഞ്ചൈസി എറണാകുളത്തുണ്ട്, പിന്നെ കൊല്ലത്ത് തന്നെ കുറ്റയത്തുണ്ട്. കുറ്റയത്ത് റാമ്പ് വെച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എറണാകുളം അത്ര ആക്സസിബിൾ അല്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യണമല്ലോ. പക്ഷേ അപ്പം നമ്മൾ പതിയെ വീട്ടിലേക്ക് പോവാണ്. സുഹേലിനെ ശരിക്കും അറിയാത്തവർക്കൊക്കെ സുഹേലിനെ അറിയാം. സുഹേൽ നമ്മൾ ഭംഗിയായിട്ട് പാട്ട് പാടുന്ന അത് എൻ്റർടൈനറാണ്. നമ്മുടെ യാത്രകളെയൊക്കെ ഒരു ആഘോഷത്തിൻ്റെ തരത്തിൽ കൊണ്ടുപോകുന്ന സുഹേലിൻ്റെ ഒരു പ്രസൻസാണ്. ഡ്രൈവ് ചെയ്യുന്നത് എപ്പോഴത്തെ പോലെ എൻ്റെ സ്വന്തം സാരഥിയായ എൻ്റെ കൃഷ്ണനായ അമീനാണ്. നാഷണൽ ഹൈവേയിൽ നിന്ന് ഈ കാണുന്ന റൈറ്റ് എടുത്ത് നേരെ പോകുന്നതാണ് എൻ്റെ വീട്. NH-66 റൈറ്റ് സൈഡിലോട്ട് ഒരു കൊറ്റങ്ങന എന്ന് പറയുന്നൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളുണ്ട്. അവിടെ നേരെ അങ്ങ് പോകുന്നതാണ് എൻ്റെ വീട്. ഒരു 20 മിനിറ്റ് യാത്രയുള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും മറ്റു ഡീറ്റെയിൽസും ഒക്കെ എൻ്റെ അതിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം അത് വായിക്കണം. വളരെ ചരിത്ര പ്രസിദ്ധമായ പുരാതനമായ ഒരുപാട് റിച്വൽസ് ഉള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഭയങ്കര ഫേമസ് ആണ്. മാർച്ച് ഏപ്രിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ഇവിടെ ഒരു പ്രാവശ്യക്കാലം വരാത്ത ആരും ഉണ്ടായിരുന്ന. പക്ഷേ ഇപ്പോൾ സൗണ്ട് ഉണ്ട്, പേടിച്ചു പോയി ഞങ്ങൾ. ആരുടെയോ ടയർ പറ്റിയതാണ്. ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ വണ്ടിയുടെയാണ്. വീട് എത്താറായി. ഈ വളവ് തന്നെ നേരെ എത്തുന്ന എൻ്റെ വീടാണ്. ഇതൊക്കെ ഒരാളെയും കൂടി ഒന്ന് കാണാനുണ്ട്, കണ്ടിട്ട് വരാനൊക്കെ. അങ്ങനെ വീടെത്തി. പതിപോലെ അമ്മ ചോരുമായിട്ട് വീട്ടിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാണ്ഡൻ നായ. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി വരുന്ന വീട്ടിൽ.
ഇന്നത്തെ യാത്ര ഇങ്ങനെ അവസാനിക്കുകയാണ്. സുട്ടംപിള്ളയുടെ സ്വട്ട് വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പറയാനുണ്ട്. അമ്മേ ഒരു ചായ. നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ചു, വീട്ടിൽ വന്നു. അപ്പോൾ ബിരിയാണി എല്ലാ ദിവസം തന്നെ മറ്റു വീഡിയോയുമായി അധികം വൈകാതെ തന്നെ ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈനിങ്. ഒരു സെക്കൻഡ്, പുള്ളി വരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കിണിങ്ങിനും അടിച്ചു പൊട്ടിക്കുക.